ഈ വേദിയിലെ അധ്യക്ഷൻ, മറ്റ് വിശിഷ്ട അതിഥികൾ, ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥി ഖമറുദ്ദീൻ സാഹിബ് കൂടി ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, KSTUവിൻ്റെ 46ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാംസ്കാരിക സെഷനിൽ നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഒരു യോഗത്തിൻ്റെ സംസ്കാരം എന്ന നിലക്ക് അഭിസംബോധന നമുക്ക് വലിയ അലോസരമുണ്ടാക്കുന്ന ഒരു സംഗതിയായി മാറിയിട്ടുണ്ട്. എല്ലാ മീറ്റിങ്ങുകളിലും സ്വാഗതം മുതൽ നന്ദി പറയുന്നയാൾ വരെ വേദിയിലുള്ള മുഴുവൻ മനുഷ്യരുടെയും പദവികളും അവരുടെ പേരുമൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്ന ഒരു രീതി, യഥാർത്ഥത്തിൽ അതിനൊരു തിരുത്തു വേണ്ടതാണ് എന്ന് അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. മഹാനായ CH ഉൾപ്പെടെയുള്ള വലിയ നേതാക്കന്മാർ അധ്യക്ഷരെ, നേതാക്കളെ എന്ന് പറഞ്ഞ് പ്രസംഗം ആരംഭിച്ചിരുന്ന ആളുകളായിരുന്നു. എന്നാൽ ഇന്ന് അതിൽ നിന്ന് ഭിന്നമായി നമുക്കെല്ലാവരുടെയും പേര് പറഞ്ഞാലേ പറ്റൂ എന്നൊരു സാഹചര്യം സംജാതമായി. അതിൻ്റെ ഫലമെന്ന് പറയുന്നത്, ഒരു യോഗത്തിലെ ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ആ ചടങ്ങിലെ മുഴുവൻ അതിഥികളും മറ്റ് അതിഥികളുടെ മുഴുവൻ പേര് പറയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നു എന്നതാണ്. അപ്പം അതുകൊണ്ട് ഞാനിന്നിവിടെ അഭിസംബോധന മാറ്റിവെച്ചത്, ഒഴിവാക്കിയത് ആ കാരണം കൊണ്ടാണ് എന്ന് നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് ഒരു സർവീസ് സംഘടനയുടെ ഒരു സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ വാർത്ത, അവർ 100 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു വാഴ്ത്തുപാട്ടായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനെ വാഴ്ത്തിക്കൊണ്ട്, അതിനു മുമ്പ് നേരത്തെ 1000 ആളുകളോ മറ്റോ അണിനിരന്ന ഒരു തിരുവാതിര അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് നടത്തുകയും അദ്ദേഹത്തെ കാരണഭൂതൻ എന്നൊക്കെ വിശേഷിപ്പിക്കുകയും ചെയ്ത സംഭവം നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ഈ വാഴ്ത്തുപാട്ട് ആലപിക്കപ്പെട്ടപ്പോൾ ഞാൻ അന്നതിലൊരു പാരഡി എഴുതി ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഏതായാലും നമ്മുടേതും ഒരു സർവീസ് സംഘടനയുടെ ഒരു ഈ പ്രസംഗം ആരംഭിക്കാമെന്ന് കരുതുകയാണ്. ചെമ്പടക്കു ചരമമായി സംഘിപക്ഷം ചേർന്നു നിന്ന് കേരളം ഭരിച്ചിടും, ചെങ്കൊടിക്കു ശാപമായി ചെമ്പടക്കു ചരമമായി സംഘിപക്ഷം ചേർന്നു നിന്ന് കേരളം ഭരിച്ചിടും, ചെങ്കോട്ടന്റെ കാവലാളായി വാണിടും പിണറായി വിജയൻ എന്നൊരു വഞ്ചകന്റെ തട്ടകം, കാവിപ്പടക്ക് കരുതലിൻ്റെ കാവലാളായി വാണിടും പിണറായി വിജയൻ എന്നൊരു വഞ്ചകന്റെ തട്ടകം, തൊഴിലാളി വർഗ പാർട്ടിയെ പണയം വെച്ച വഞ്ചകൻ, പുത്രകളത്രാദികൾക്കു വേണ്ടി ഒറ്റു ചെയ്തവൻ, തൊഴിലാളി വർഗ പാർട്ടിയെ പണയം വെച്ച വഞ്ചകൻ, പുത്രകളത്രാദികൾക്കു വേണ്ടി ഒറ്റു ചെയ്തവൻ, ചോദ്യം ചെയ്യുവാൻ വരുന്നവർക്കവൻ യമരാജനായി, ചോദ്യം ചെയ്യുവാൻ വരുന്നവർക്കവൻ യമരാജനായി, ക്രൗര്യതക്ക് ചങ്കിരട്ടി എന്ന പേരാർജിച്ചവൻ, ക്രൗര്യതക്ക് ചങ്കിരട്ടി എന്നു പേരാർജിച്ചവൻ, ഹിന്ദു മുസ്ലിം ക്രൈസ്തവരെ തമ്മിൽ തല്ലിപ്പിച്ചവൻ, ഇറ്റുവീഴും ചോരയാലധികാര സൗധം പണിതവൻ, ഹിന്ദു മുസ്ലിം ക്രൈസ്തവരെ തമ്മിൽ തല്ലിപ്പിച്ചവൻ, ഇറ്റുവീഴും ചോരയാലധികാര സൗധം പണിതവൻ, പിണറായി എന്ന ധാർഷ്ട്യത്തിൻ മറുനാമമായി തീർന്നവൻ, വാഴ്ക പിണറായി നീ, വാഴ്ക പിണറായി നീ മലയാൺമതൻ മാറിലായി, അവരൊഴുക്കും കണ്ണീർ തടത്തിൽ ആർത്ത് രമിച്ചിടുവീൻ, വാഴ്ക പിണറായി നീ മലയാൺമതൻ മാറിലായി, അവരൊഴുക്കും കണ്ണീർ തടത്തിൽ ആർത്ത് രമിച്ചിടുവീൻ.
നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കേണ്ടിയിരുന്ന കലാസന്ധ്യ മാറ്റിവെച്ചു എന്ന് ആമുഖത്തിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി. 2 മരണങ്ങളാണ് ഇതിന് പ്രധാനമായി കാരണമായി പറഞ്ഞത്. ഒന്ന്, കൊണ്ടോട്ടി മുൻ MLA, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയ മിത്രമായിരുന്ന ബഹുമാന്യനായ മുഹമ്മദ് ഉണ്ണി ഹാജിയുടെ മരണം. മമ്മുണ്ണി ഹാജി എന്ന് നമ്മൾ ചുരുക്കി വിളിക്കുന്ന മുഹമ്മദ് ഉണ്ണി ഹാജി എനിക്കൊരു 30-40 കൊല്ലത്തെ ബന്ധമുള്ള, പരിചയമുള്ള, ഏറ്റവും ജനകീയനായ ഒരു രാഷ്ട്രീയ നേതാവും MLA-യുമായിരുന്നു അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. അതുപോലെ തന്നെയാണ് അബൂ ഹാമിദ് മാഷ്, നിങ്ങളുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കൊട്ടൂക്കര സ്കൂളിലെ അധ്യാപകനായിരുന്ന അബൂ ഹാമിദ് മാഷ്. 49 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ ഏതാണ് KHSTUവിൻ്റെ സമ്മേളനം കഴിഞ്ഞ് വീട്ടിലെത്തി പെട്ടെന്ന് നെഞ്ഞുവേദന വന്നു, ഈ ലോകത്തോട് വിട പറഞ്ഞു. അടുത്ത കാലത്ത് യുവാക്കൾ, കൗമാരങ്ങൾ, ബാലന്മാർ വളരെ പെട്ടെന്ന് മരിക്കുന്ന പ്രവണത നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്തും വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു 4-5 മരണങ്ങൾ എല്ലാം അറ്റാക്കാണ്. 20 വയസ്സ്, 25 വയസ്സ്, 30 വയസ്സ് പ്രായമുള്ളവരാണ്. കോവിഡ് വാക്സിനേഷന് ശേഷം ആ വാക്സിനേഷൻ്റെ ഒരു പ്രതിപ്രവർത്തനമോ അതിൻ്റെ ഒരു എഫക്റ്റുമാണ് ഇത്തരം മരണങ്ങൾക്ക് കാരണം എന്നൊരു നിരീക്ഷണം വന്നിട്ടുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക സാംസ്കാരിക സംഘടനകളും എല്ലാം ഇതിനെതിരായി ഇത് സംബന്ധിച്ചൊരു ആവശ്യമായ പരിശോധന നടത്താൻ, ആ പരിശോധന നടത്തി അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ഭരണകൂടത്തെ പ്രേരിപ്പിക്കാനുള്ള ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി, ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങൾ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്റിന്, നമ്മുടെ കേരളത്തിലെ മുഴുവൻ MP-മാർക്ക് ഒക്കെ ഇത് സംബന്ധിച്ച് ഒരു നിവേദനം നൽകുകയും ആ നിവേദനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ബഹുമാന്യനായ അബ്ദുസ്സമദ് സമദാനി സാഹിബ് MP ലോക്സഭയിൽ ഈ വിഷയം അവതരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ബഹുമാന്യനായ എന്നെ നെല്ലിക്കുന്ന ഈ നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ചൊരു സബ്മിഷൻ അവതരിപ്പിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഒരു സമൂഹം ഒരു രോഗത്തെ പ്രതിരോധിക്കാനെന്ന പേരിൽ ഒരു ഭരണകൂടം നിർബന്ധമായി നമ്മക്കൊണ്ട് എടുപ്പിച്ച ഒരു വാക്സിനേഷൻ്റെ ഫലമായി നമ്മുടെ ഒരു പുതിയ തലമുറ, ഇപ്പോൾ സമീപകാലത്ത് കണ്ടിട്ടുള്ള മറ്റൊരു ടെൻഡൻസി നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരൊക്കെ വെള്ളത്തിൽ ഇറങ്ങുന്നു അവരൊക്കെ മരിച്ചു പോകുന്നുണ്ട്. ശ്രദ്ധിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വ്യാപകമായി നീന്തം അറിയാവുന്ന ആളുകൾ വെള്ളത്തിലിറങ്ങിയാൽ, ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഒരു പള്ളിക്കുളത്തിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചത്, ആ പള്ളിക്കുളത്തിൽ എല്ലാ ദിവസവും കുളിക്കുന്നൊരു ചെറുപ്പക്കാരനാണ്. അവന് യാതൊരു പ്രശ്നങ്ങളും അതിന് മുമ്പുണ്ടായിരുന്നില്ല. കുളിക്കാൻ ഇറങ്ങി ആ കുളത്തിൽ അയാൾ മുങ്ങി മരിച്ചു. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ. പുഴയിൽ കുളിക്കാൻ ഇറങ്ങി ആളുകൾ ഒഴുക്കിൽപ്പെട്ടു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്, അവർ മരിച്ചു പോകുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ശേഷി പെട്ടെന്ന് ഇല്ലാതായി പോകുന്ന, രക്തം കട്ടകെട്ടി എന്നാണ് പറയുന്നത്. രക്തം കട്ടകെട്ടുന്നു, അതിൻ്റെ ഫലമായി പല അവയവങ്ങളും സ്റ്റക്കാകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തോ ഒന്ന് കോവിഡിന് ശേഷം സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം മരണം. അബൂ ഹാമിദ് മാഷ മരണം പോലും ആ ഒരു കാറ്റഗറിയിൽപ്പെട്ടതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ ചോദിച്ചു ഇവരോട് നേരത്തെ എന്തെങ്കിലും ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങളോ അതുപോലുള്ള വല്ല കാര്യങ്ങളോ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് അത്തരമൊരു ആവശ്യം മുന്നോട്ട് പോകേണ്ടതുണ്ട്. സംസ്കാരം എന്ന് പറയുമ്പോൾ അത് പാട്ടാണ്, കലയാണ്, സാഹിത്യമാണ് എന്നല്ല. ഏറ്റവും വലിയ സംസ്കാരം മനുഷ്യന് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അവൻ്റെ ജീവിതത്തിന് മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ തട്ടിമാറ്റാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി സംസ്കാരം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇതുകൂടി ഒരു സാംസ്കാരിക വിഷയമാണ് എന്ന് ഞാനിവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. നമ്മുടെ നാട് ഒരുപാട് സമസ്യകളാൽ മുഖരിതമാണ്. സ്വച്ഛന്തമായി ഒഴുകിയിരുന്നൊരു സാമൂഹിക ഘടന എവിടെയൊക്കെയോ ആ ഒഴുക്ക് നിലച്ചതുപോലെ, ആരൊക്കെയോ അതിനെ ചിറകെട്ടി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ, എന്തൊക്കെയോ പ്രതിബന്ധങ്ങൾ മാനുഷകത്തിൻ്റെ ഒരുമിച്ചുള്ള യാത്രക്ക് തടസ്സമായി നിൽക്കുന്നത് പോലെ, ഇന്ന് ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ മുന്നിൽ. അത് ഫലസ്തീനിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്നതാണ്.
ആ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ പ്രഖ്യാപനം അതിന്റെ മധ്യസ്ഥന്മാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞതിനു ശേഷവും വെടിനിർത്തൽ ഇന്ന് വൈകിട്ട് 6:30 6:30 മുമ്പ് എത്ര ബോംബിടാൻ പറ്റും എന്നാണ് അതിലെ മറ്റൊരു കക്ഷി പരിശോധിച്ചു നോക്കിയത് എന്നതാണ് നമ്മൾ കാണേണ്ടത്. വെടിനിർത്തൽ തീരുമാനിക്കുന്നത് വരെ 49, 50, 59, 60, 100, 70 ആളുകൾ മരിച്ചിരുന്ന ഫലസ്തീനിൽ വെടിനിർത്തൽ തീരുമാനിച്ച് അതിൽ ഒപ്പിട്ട് കഴിഞ്ഞ് അത് പ്രഖ്യാപിക്കാൻ നിൽക്കുമ്പോ ഇന്നലെ മരിച്ചത് 149 ആളുകളാണ്. 149 ആളുകൾ. 50 ആളുകൾ മരിച്ചെടുത്ത് എന്ന് 149 ആളുകളെ കൊന്നിട്ട് എങ്ങനെ ഒരു വെടിനിർത്തൽ നടത്താം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലാണ് നമ്മുടെ രാജ്യം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ലോകം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിവിടെ ഫിക്സാ നിക്കാലോ, ഇതെന്താ പറഞ്ഞാൽ കാല് താഴെയും മേലെ. നമ്മുടെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഫലസ്തീന്റെ വിഷയം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ലോകത്തെ വലിയ വലിയ ശക്തികൾ അമേരിക്കയും ജർമ്മനിയും ഫ്രാൻസും ഇംഗ്ലണ്ടും എല്ലാം ഫലസ്തീനോട് സ്വീകരിച്ച നിലപാടെന്താണ്? ലോകത്ത് നമുക്കറിയാം, സിറിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ, ഇറാഖും ഇറാനും തമ്മിൽ യുദ്ധം നടന്നപ്പോ, ഇറാനും അതുപോലെ കുവൈറ്റും തമ്മിൽ യുദ്ധം നടന്നപ്പോ, അഫ്ഗാനിൽ എന്തോ ചില തീവ്രവാദ സൂചനകൾ ഉണ്ട് എന്ന് അമേരിക്കക്ക് തോന്നിയപ്പോ, ഇറാഖിൽ ബിൻ ലാദൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് അമേരിക്ക ആരോപിച്ചപ്പോ, ആ പ്രക്രിയകളെ മുഴുവൻ നേരിട്ടത് നാവ് കൊണ്ടായിരുന്നില്ല, പ്രതിഷേധ പ്രമേയങ്ങൾ കൊണ്ട് മാത്രമായിരുന്നില്ല, ഏതെങ്കിലും എഴുത്തുകൾ കൊണ്ട് മാത്രമായിരുന്നില്ല. അവിടേക്ക് തങ്ങളുടെ ലോക ശക്തികളുടെ സൈനിക വ്യൂഹങ്ങളെ അയച്ചുകൊണ്ട് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടാണ് ആ പ്രക്രിയകളിൽ ലോക സാമ്രാജ്യത്വവും ആ സാമ്രാജ്യത്വത്തിന് അരിനിൽക്കുന്ന രാഷ്ട്രങ്ങൾ ഇടപെട്ടത്. പക്ഷെ ഫലസ്തീനിൽ ആ മണ്ണിന്റെ മക്കളുടെ തങ്ങൾ ജനിച്ച മണ്ണിൽ, തങ്ങൾക്ക് അവകാശപ്പെട്ട മണ്ണിൽ ജീവിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ നിഹനിക്കാൻ കഴിഞ്ഞ ഏതാണ്ട് 500ഓളം ദിവസങ്ങളായി, 450ഓളം ദിവസങ്ങളായി ഫലസ്തീനിന്റെ മണ്ണിൽ ബോംബുകൾ വർഷിച്ച് 46,000-ൽ പരം മനുഷ്യരെ, അത് 12,000-ൽ പരം കുഞ്ഞുങ്ങളാണ്, സ്ത്രീകളും വൃദ്ധന്മാരും അടക്കമുള്ള 46,000-ൽ പരം മനുഷ്യരെ കൊന്നൊടുക്കിയപ്പോ 25 ലക്ഷത്തിനകത്ത് മനുഷ്യന്മാർ മാത്രം പാർക്കുന്ന ആ ഫലസ്തീനിന്റെ മണ്ണിൽ ആ 25 ലക്ഷം മനുഷ്യർക്കും കിടപ്പാടം നഷ്ടപ്പെടുത്തിയപ്പോ, അവരുടെ പള്ളിക്കൂടങ്ങൾ തകർത്തു കളഞ്ഞപ്പോ, അവരുടെ ആതുരാലയങ്ങൾ നശിപ്പിച്ചു കളഞ്ഞപ്പോ, അവർക്ക് ഭക്ഷണം പോലും വിതരണം ചെയ്യാൻ ഒരു മാർഗമില്ലാത്ത രൂപത്തിൽ അവർ പട്ടിണിയിൽ കഴിഞ്ഞുകൂടുമ്പോ, അവർക്ക് ഭക്ഷണം നൽകാൻ വന്ന ഐക്യരാഷ്ട്രസഭയുടെ ചില ചാരിറ്റി സംഘടനകളുടെ വളണ്ടിയർമാരെ പോലും ബോംബ് വർഷിച്ച് കൊന്നൊടുക്കിയിട്ട് ഇനി ഞങ്ങൾക്ക് അവിടെ ഭക്ഷണം വിതരണം ചെയ്യാൻ കഴിയില്ല എന്ന ചാരിറ്റി സംഘടനകൾ പ്രഖ്യാപിച്ച് പിന്മാറുന്ന അവസ്ഥാവിശേഷം സൃഷ്ടിച്ചപ്പോ നമ്മൾ ആരെങ്കിലും കണ്ടോ? അമേരിക്കയുടെ പടക്കപ്പൽ ഇസ്രായേലിന് നേരെ തിരിയുന്നത് കണ്ടോ? ജർമ്മനിയെ കണ്ടോ? ഫ്രാൻസിനെ കണ്ടോ? ഇംഗ്ലണ്ടിനെ കണ്ടോ? പിന്നെ അവരൊന്നും അനുവാദം കൊടുക്കാതെ നമ്മളെ മുസ്ലിം രാജ്യങ്ങൾ എന്ന് പറയുന്ന ആ പാവങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് ആ ശവത്തിന് കുത്താൻ ഞാനിപ്പോ മുതിരുന്നില്ല. ആരെങ്കിലും കണ്ടോ? ഇതാണോ ലോകത്ത് മറ്റൊരു സമൂഹത്തെ ബാധിക്കുന്ന രൂപത്തിൽ ഈ പ്രശ്നം വന്നാൽ ലോകത്തിന്റെ കണ്ണിതാണോ? അല്ല. അപ്പൊ നിങ്ങൾ ഇസ്ലാം എന്ന് അവകാശപ്പെടുന്നവർ, മുസ്ലിം എന്ന് അവകാശപ്പെടുന്നവർ സർവരാലും പീഡിപ്പിക്കപ്പെടാൻ അർഹതയുള്ളവരാണ് എന്ന ഒരു സന്ദേശം ലോകത്ത് പ്രസരിക്കപ്പെടുകയാണ്. അത് ഇന്ത്യയിലും വ്യാപകമാണ്. പക്ഷെ അതൊരിക്കലും ഉണ്ടാവില്ലെന്ന് നമ്മൾ ധരിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിന്റെ ഭരണകൂടത്തിനും താല്പര്യം മുസ്ലിങ്ങളെ നോവിപ്പിക്കുക, മുസ്ലിങ്ങളെ വേദനിപ്പിക്കുക, മുസ്ലിങ്ങളെ കരയിപ്പിക്കുക, മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുക, എന്നിട്ട് അത് ചോദിക്കാൻ ഉള്ള കെൽപ്പ് പോലും ഇല്ലാത്തവരാക്കി മുസ്ലിങ്ങളെ മാറ്റുക. അതിന് ആരൊക്കെയാണോ ചോദിക്കാൻ സാധ്യതയുള്ളത്, ആ ചോദിക്കാൻ സാധ്യതയുള്ളവരെയൊക്കെ ചില ലിങ്കുകളിൽ, ചില കണക്ഷനുകളിൽ പെടുത്തിയിട്ട് പ്രതികരണശേഷി നശിപ്പിക്കുക എന്ന് പറയുന്ന കുതന്ത്രമാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്വം എന്താണോ ലക്ഷ്യം വെക്കുന്നത്, ഫാസിസം എന്താണോ ഉന്നം വെക്കുന്നത്, ആ സാമ്രാജ്യത്വത്തിന്റെയും ഫാസിസത്തിന്റെയും ഈ ലക്ഷ്യങ്ങളെ, ഈ ഉന്നങ്ങളെ വളരെ കൃത്യമായി, ഏറ്റവും ശക്തമായി ഈ കേരളത്തിന്റെ മണ്ണിൽ, മതനിരപേക്ഷത അവകാശപ്പെടുന്ന കേരളത്തിന്റെ മണ്ണിൽ
മതേതരത്വത്തിന്റെ പേരിൽ മേനൊലിക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ, വർഗീയതയില്ലെന്ന് അവകാശപ്പെടുന്ന കേരളത്തിന്റെ മണ്ണിൽ സാമുദായിക ധ്രുവീകരണത്തിന് ഞങ്ങൾ അവസരം കൊടുക്കില്ലെന്ന് അവകാശപ്പെടുന്ന കേരളത്തിന്റെ മണ്ണിലെ ഭരണകൂടം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പരമാവധി ബന്ധുക്കളെ കൂടെ നിർത്തിയും നമ്മൾ സ്വയം ശക്തിയാർജിച്ചും, ശക്തി എന്ന് ഞാൻ പറയുന്നത് ആയുധത്തിന്റെ ശക്തിയല്ല, ആയുധത്തിന്റെ ശക്തി കൊണ്ട് ഈ ലോകത്ത് അതിജയിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് ഈ 450 ദിവസം ഈ കോലാഹലങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടും ഈ വെടിനിർത്തൽ കരാറിന്റെ ഫലമായി ആദ്യം നടക്കുന്ന സംഗതി എന്തെന്നറിയോ? ആദ്യം നടക്കുന്ന സംഗതി 3 ഇസ്രായേലികളെ ഫലസ്തീൻ വിട്ടുകൊടുക്കുമ്പോ 90 ഫലസ്തീനികളെ ഇസ്രായേൽ വിട്ടുകൊടുക്കണമെന്നാണ്. ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ട്, ഇത്രയൊക്കെ പീഡനങ്ങൾ ഒരു സമൂഹത്തെ ഏൽപ്പിച്ചിട്ട്, ഇത്രയൊക്കെ ദുരിതങ്ങൾക്ക് ഒരു ജനപദത്തെ വിധേയമാക്കിയിട്ട് 3 ഇസ്രായേലി ബന്ദികളെ വിട്ടുകൊടുക്കുമ്പോ 90 ഫലസ്തീൻ ബന്ദികളെ തിരിച്ചിങ്ങോട്ട് ഫലസ്തീന് വിട്ടുകൊടുക്കണം എന്ന കരാറിൽ ഇസ്രായേൽ ഒപ്പുവെക്കേണ്ടി വന്നുവെങ്കിൽ, ആത്മശക്തിയുള്ള ഒരു ജനതയെ, വിശ്വാസത്തിന്റെ കരുത്തുള്ള ഒരു ജനതയെ നിങ്ങൾക്ക് ആയുധത്തിന്റെ ശക്തി കൊണ്ട് തോൽപ്പിക്കാനാവില്ല എന്നൊരു വലിയ സന്ദേശം ഫലസ്തീൻ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. എന്താ സ്ക്രീനിൽ എന്താ ഉള്ളത്? ഞാൻ വലിയ ഗൗരവമുള്ള കാര്യം ഇവിടുന്ന് പറയുന്നു. ഞാൻ ഗൗരവമുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഗൗരവമുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങളെ ആപേക്ഷികമായിട്ട് നിങ്ങളെ സ്വാധീനിക്കേണ്ട ഘടകമാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ക്രീനിലാണ്. എന്തൊരു കഷ്ടമാണ്. ആത്മശക്തിയുള്ള ഒരു ജനതയെ, തീക്ഷ്ണമായ വിശ്വാസമുള്ള ഒരു ജനതയെ കീഴ്പ്പെടുത്താൻ ആർക്കുമാവില്ല എന്നൊരു പാഠം കൂടി ഫലസ്തീൻ ലോകത്തിന്റെ മുമ്പാകെ വരച്ചു വെക്കുന്നുണ്ട്. നമുക്കും അത്തരമൊരു അവസ്ഥാവിശേഷത്തിലേക്ക് വരേണ്ടതുണ്ട്. വരാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു ഘട്ടമാണിത്. ഇന്നലെയാണ് നമ്മുടെ സമുദായത്തിലെ ഒരു 20-കാരനോ 19-കാരനോ, അവന്റെ വയസ്സെത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവന്റെ ഉമ്മയെ കൊന്നു കളഞ്ഞത്. അവന്റെ ഉമ്മയെ കൊന്നു. ഇന്ന് പോലീസിന് അവൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്തെന്നറിയോ? എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷ ഞാൻ നടപ്പിലാക്കിയതാണ്. എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷ ഞാൻ നടപ്പിലാക്കിയതാണ്. 19 കൊല്ലങ്ങൾക്ക് മുമ്പാണ് സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ സമ്മേളനം കാസർഗോഡ് വെച്ച് നടന്നപ്പോ ആ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ പുനത്തിൽ കുഞ്ഞബ്ദുള്ള നടത്തിയ പ്രഖ്യാതമായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം, എൻ്റെ അച്ഛനും അമ്മയും ഒരു മധുര മാമ്പഴം തിന്നു. മാമ്പഴത്തിന്റെ മധുരച്ചാർ ഈ ഇമ്പി വലിച്ച ശേഷം അവരെ അണ്ടി അലക്ഷ്യമായി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആ വലിച്ചെറിയപ്പെട്ട അണ്ടിയിൽ നിന്ന് ഞാനാകുന്ന തൈമാവ് മുളച്ചു പൊങ്ങുമെന്ന് അവരൊരിക്കലും കരുതിയിരുന്നില്ല. അങ്ങനെ ഒരു തൈമാവായി ഞാൻ മുളച്ചു പൊങ്ങിയതിന് ഞാൻ എന്തിന് എൻ്റെ അമ്മയോട് കടപ്പാട് വെക്കണം, എൻ്റെ അച്ഛനോട് കടപ്പാട് വെക്കണം എന്ന് ചോദിച്ചത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയാണ്. 19 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ കാസർഗോഡിന്റെ മണ്ണിൽ വെച്ചാണ്. ഇത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ പദാർത്ഥവാദത്തെയോ നിരീശ്വരവാദത്തെയോ അയാൾ പിന്നീട് സംഖ്യയായിട്ടാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയത്. മരിച്ചില്ലേ അയാള്? അല്ലേ? ലോകത്ത് വിട പറഞ്ഞു പോയത് സംഖ്യയായിട്ടാണ്. അയാളെ ഒന്ന് സ്വാധീനിച്ചിരുന്ന പദാർത്ഥവാദമോ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രമോ ഒന്നുമല്ല ഈ ചെറുപ്പക്കാരനെ സ്വാധീനിച്ചത്. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കാ പ്രധാനം. അവൻ മയക്കുമരുന്നിന് അടിമപ്പെട്ട് കോളേജിലേക്ക് എത്തിയപ്പോ അവന്റെ ബാപ്പ ഉമ്മയെ ഉപേക്ഷിച്ചതാണത്രേ. ബാപ്പ ഉപേക്ഷിച്ച് പോയതിനു ശേഷം ഉമ്മക്ക് മകൻ ഉമ്മ, ആ നിലക്ക് വലിയ ആത്മബന്ധത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആ ഉമ്മയും മകനും, ആ മകൻ കോളേജിലേക്ക് എത്തിയപ്പോ മയക്കുമരുന്നിന് അടിമപ്പെട്ടു. ആ മയക്കുമരുന്നിന്റെ സ്വാധീനമാണ് ഇപ്പൊ ഉമ്മയെ കൊല്ലാൻ കാരണമായത് എന്നൊക്കെയാണ് നമ്മൾ വായിച്ചത്. പക്ഷെ ഇന്ന് പോലീസിൽ അവൻ കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോ, ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോ, ആ സ്റ്റേറ്റ്മെന്റിൽ അവൻ പറയുന്നത് എന്നെ ജനിപ്പിച്ചതിന് ഞാൻ അതിനുള്ള ശിക്ഷ നടപ്പാക്കിയെന്നാണ്. പണ്ട് മാപ്പിളപ്പാട്ടിലൊരു വരിയുണ്ടായിരുന്നു. എന്താണ്? ഇവിടെ പിറന്നതോ ഞാൻ ചെയ്ത തെറ്റല്ല എന്ന് പറയുന്നൊരു വാക്കില്ല. അതിൻ്റെ മുമ്പത്തെ വാക്ക് അമൃതീൻ സാഹിബിന് ഓർമ്മയാണ്, മൂപ്പര് ഫോണിലുള്ള. ഇവിടെ പിറന്നതോ ഞാൻ ചെയ്ത തെറ്റല്ല എന്നുള്ളതിൻ്റെ മുമ്പത്തെ വരി ഓർമ്മയുണ്ടോ? ഇതുവരെ ഞാനൊരു കുറ്റവും ചെയ്തില്ല, ഇവിടെ പിറന്നതോ ഞാൻ ചെയ്ത തെറ്റല്ല. ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റുന്നൊരു വാക്കല്ല അത്. അങ്ങനെ പാട്ടുണ്ടായിരുന്നു മുമ്പ്. ഈ ചെറുപ്പക്കാരൻ പറയുന്നത് എന്നെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചതിന്, ഈ ഭൂമിയിൽ പിറപ്പിച്ചതിന് ഞാൻ എൻ്റെ ശിക്ഷ നടപ്പാക്കി. മയക്കുമരുന്ന്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ,
കേരളക്കരയിൽ മദ്യക്കച്ചവടം ചെയ്യുന്ന ഒരു മുസ്ലിമിൻ്റെ പേര് നിങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഓ മദ്യക്കച്ചവടക്കാരനാണ് എന്ന് പരസ്യമായി പറയാൻ തയ്യാറാകുന്ന ഏതെങ്കിലും ഒരു കച്ചവടക്കാരനെ, അല്ലെങ്കിൽ അതിനു വേണ്ടി പോലീസ് പിടിച്ചവരാണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല. മദ്യം, ചാരായമാകട്ടെ, ഇനി വിദേശ മദ്യമാകട്ടെ, എന്തോ ആവട്ടെ, വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ആ മദ്യത്തിൻ്റെ 100 ഇരട്ടി എഫക്റ്റ് ഉണ്ടാക്കുന്ന, ആ മദ്യത്തിൻ്റെ 100 ഇരട്ടി ദുരന്തമുണ്ടാക്കുന്ന മയക്കുമരുന്ന് കടത്തുകാരിൽ 75% ഈ സമുദായത്തിൽ പിറന്നവരാണ് എന്ന യാഥാർത്ഥ്യത്തോട് ഇനിയെങ്കിലും ഈ സമുദായം പ്രതികരിക്കണ്ടേ? ആ യാഥാർത്ഥ്യത്തെ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നുവെന്ന് ഇനിയെങ്കിലും നമ്മൾ നിരീക്ഷിക്കണ്ടേ? ഇനിയെങ്കിലും നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണ്ടേ? ഒരൊറ്റ കാര്യമാണ് അതിൻ്റെ പിന്നിലുള്ളത്. നാണക്കെട്ടൊരുത്തൻ പണം നേടിയാൽ നാണക്കേട് ആ പണം തീർത്തുകൊള്ളും എന്ന് പണ്ട് കവി പാടിയിട്ടുണ്ട്. അതിന് പല അർത്ഥമുണ്ട്. നാണം കെട്ടൊരുത്തൻ പണം നേടിയാൽ ആ പണം തീരാൻ നാണക്കേട് മതിയെന്നും വേണമെങ്കിൽ അർത്ഥം വെക്കാം. അല്ലെങ്കിൽ അവനുണ്ടാകുന്ന നാണക്കേട് ഈ പണം തീർത്തുകൊള്ളുന്നും അർത്ഥം വെക്കാം. എന്തോ ആവട്ടെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്, ഒരാൾ എങ്ങനെ സമ്പത്തുണ്ടാക്കിയാലും ആ സമ്പത്തുണ്ടാക്കിയവൻ മഹാനാണ് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ആ കാഴ്ചപ്പാടിൻ്റെ അനന്തരഫലമാണ് മയക്കുമരുന്ന് കച്ചവടം നടത്തിയിട്ടാണെങ്കിലും പണമുണ്ടാക്കിയാൽ മതി എന്നിടത്തേക്ക് നമ്മുടെ പുതിയ യുവതലമുറ നയിക്കപ്പെടുന്നത്. അവരെ നമ്മൾ പിന്തിരിപ്പിക്കേണ്ടതല്ലേ? ഈ കാസർഗോഡ് ജില്ലയിലെ ഈ മയക്കുമരുന്നിൻ്റെ എഫക്റ്റുകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സംവിധാനം പഠിച്ചിട്ട് സമർപ്പിച്ച ഒരു റിപ്പോർട്ടിൽ പറഞ്ഞൊരു വാക്കാണ്. അതിൻ്റെ തെളിവുകളും നമ്മുടെ മുമ്പിലില്ല. ഒരു ഉമ്മ ഗർഭിണിയായത്രേ. ഭർത്താവ് ഗൾഫിലാണ്. ഉമ്മ ഗർഭിണിയായി. വയറിൽ അസുഖം വന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി. ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്ര നിങ്ങൾ ഗർഭിണിയാണ്. ഉമ്മ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവരുടെ ബോധത്തിൽ എവിടെയും ഭർത്താവ് പോയി കഴിഞ്ഞിട്ട് കാലങ്ങളായി, ഗർഭമാകേണ്ട സമയം കഴിഞ്ഞു. വേറെ ഒരു പുരുഷനുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മ ബന്ധപ്പെട്ടിട്ടില്ല സ്ത്രീ. അവർക്കതിൽ ഉറപ്പുണ്ട്. അവർ പറഞ്ഞു അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് പരിശോധന നടത്തി ആ വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് എന്നന്വേഷിച്ചപ്പോൾ ആ വീട്ടിൽ ഈ ഉമ്മയുടെ മകൻ മാത്രമേ ഉള്ളൂ. ആ മകനെ കൊണ്ടുവന്ന് കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോൾ അവൻ പറഞ്ഞു പത്രേ, ഒരു ദിവസം മയക്കുമരുന്നടിച്ചിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ വെച്ച് ഉമ്മയെ ആ മയക്കുമരുന്നിൻ്റെ ഒരു സ്വാധീനത്തിൻ്റെ ഫലമായി ഉമ്മയെ ഞാൻ ഉറക്കിനിടയിൽ ഭോഗിച്ചു എന്ന്. മയക്കുമരുന്നെന്ന് പറയുന്ന മഹാദുരന്തം നമുക്കുണ്ടാക്കുന്ന ഈ വിഷമങ്ങൾ എത്രയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധി കൊലപാതക വാർത്തകൾ, കുടുംബത്തിനകത്തെ കൊലപാതക വാർത്തകൾ, അച്ഛനെ കൊന്ന വാർത്ത, അമ്മയെ കൊന്ന വാർത്ത, പെങ്ങളെ കൊന്ന വാർത്ത, ജ്യേഷ്ഠനെ കൊന്ന വാർത്ത, അനുജനെ കൊന്ന വാർത്ത നമ്മൾ നിരന്തരം കേൾക്കുന്നു. ആ വാർത്തകളുടെ പിന്നാമ്പുറങ്ങൾ തേടിപ്പോകുമ്പോൾ അവിടെയും വില്ലൻ മയക്കുമരുന്നാണ് എന്ന് നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, അധ്യാപകരാണ് നിങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഒരു +2 ടീച്ചറുടെ ഒരു വോയിസ് വന്നത്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. വാട്സപ്പിൽ ഒരു +2 ടീച്ചറുടെ വോയിസ് വന്നു. എന്താ കാര്യം? ആ +2 ടീച്ചറുടെ ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ലൈംഗികമായി ദുരുപയോഗപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. വേറെ ആരുമല്ല ദുരുപയോഗം ചെയ്തതൊക്കെ ഈ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള കുട്ടികളാണ്. അവരൊന്നിച്ച് മയക്കുമരുന്ന് വലിക്കാൻ പോകുന്നു. മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്ന ആളുകൾ അവരെ വലവീശുന്നു. എന്നിട്ട് ഈ കുട്ടികളെ കൊണ്ടുപോയി അവരെ ദുരുപയോഗം ചെയ്യുന്നു. ഈ കുട്ടികൾ തമ്മിൽ ദുരുപയോഗം ചെയ്യുന്നു. ഈ കച്ചവടക്കാർ ഈ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നു. ആ കുട്ടികളോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് നാവില്ല, ഞങ്ങൾക്ക് അവരോട് മിണ്ടാൻ കഴിയുന്നില്ല, മിണ്ടുമ്പോൾ അവരുടെ പ്രതികരണം വേറെ രൂപത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു +2 ടീച്ചറുടെ വോയിസ്. നമ്മുടെ കലാലയങ്ങൾ, നമ്മുടെ സ്കൂളുകൾ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കീശയിൽ നിന്ന് അല്ലേ ശംസുദ്ദീൻ മാഷെ? ശംസുദ്ദീൻ മാഷൊക്കെ സർവീസിലുള്ളപ്പോൾ ശംസുദ്ദീൻ മാഷ പഞ്ചായത്തിൽ ഒരു സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കീശയിൽ നിന്നാണ് മയക്കുമരുന്നിൻ്റെ പൊതി കണ്ടെടുക്കപ്പെട്ടത്. ആലോചിച്ച് നോക്കണം നമ്മൾ. നമുക്ക് ഈ മനുഷ്യരെ എങ്ങനെ നന്നാക്കിയെടുക്കാം, ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം, മയക്കുമരുന്നിനെതിരായി അവരെ എങ്ങനെ തിരിച്ചുവിടാം എന്നാലോചിക്കേണ്ടതാണ് ഒരു പക്ഷേ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു സാംസ്കാരിക സമസ്യ എന്ന് ഞാൻ വിചാരിക്കുന്നു.
അതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരു വിഷയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇല്ല എന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥ. ഒന്ന്, ഇന്നത്തെ സമൂഹത്തെ നയിക്കുന്ന രണ്ട് വികാരം. ഒന്ന് കാമം, മറ്റൊന്ന് ലഹരി. ഒന്ന് കാമമാണ്, മറ്റൊന്ന് ലഹരിയാണ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഉപാധികളും ഉപാദാനങ്ങളും ഇവിടെ ലഭ്യമാണ്. ഇവിടെ ബോച്ചെ ഹണി റോസിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ് കുറ്റം. പക്ഷേ ഹണി റോസിനെ പറയാൻ ബോച്ചയെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നത് ഒരു ചർച്ചയല്ലാതായിരിക്കുന്നു. നമ്മുടെ ധാർമ്മികതയുടെ, നമ്മുടെ ധാർമ്മിക ബോധം എവിടേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അതിലുണ്ട്. ബോച്ചയ്ക്കത് പറയാൻ അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇല്ലായിരിക്കാം. പക്ഷേ ബോച്ചയെ അത് പറയാൻ പ്രേരിപ്പിക്കത്തക്ക രൂപത്തിൽ ഹണി റോസ് രംഗത്ത് വരുന്നത്, അത് നമ്മുടെ ധാർമ്മിക ബോധത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ അത് ന്യായീകരിക്കത്തക്കതാണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ എനിക്ക് പേടിയാണ്, നിങ്ങൾക്കും പേടിയാണ്. കാരണം ഉത്തരം പറഞ്ഞാൽ ഒരുപക്ഷെ ഞാനും നാളെ ഹണി റോസിന്റെ പരാതിയിൽ ഒരു കേസിലെ പ്രതിയായി വന്നേക്കാം. അവിടെയാണ് നമ്മുടെ നിയമങ്ങളിൽ നിന്ന് നിൽക്കുന്നത്. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് ഇപ്പോഴും ഞാൻ എൻ്റെ അധ്യാപകന്മാരെ കാണുമ്പോൾ എനിക്കവരോട് ബഹുമാനം ഉണ്ടാകുന്നത് അവരെന്നെ അടിച്ചു എന്നതിൻ്റെ പേരിലാണ്. ഞാൻ നിങ്ങളുടെ ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു മാഷ് ഞങ്ങളെയൊക്കെ അടിക്കാറുള്ളത് ആ മരത്തിൻ്റെ സ്കെയിൽ കൊണ്ട് ഈ നഖത്തിനാണ്. നഖം ഇങ്ങനെ പിടിച്ചിട്ട് മരത്തിൻ്റെ സ്കെയിൽ കൊണ്ട് ഇങ്ങനെയാണ് അടിക്കുക. സ്കെയിലിൻ്റെ ചുരണ്ടിയ മെലിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, ആ മെലിഞ്ഞ ഭാഗം കൊണ്ട് ഇങ്ങനെയാണ് അടിക്കുക. ഒന്ന് അടിച്ചു നോക്കണം, ഒന്ന് അടി കൊണ്ട് നോക്കണം. അപ്പോഴേ ആ അടിക്ക് എത്ര വേദനയുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. ഒരു മാഷ് ഞങ്ങളെ നുള്ളിയിരുന്നത് പൊക്കിളിനാണ്. പൊക്കിളിന് നുള്ളുക, ആ ശിക്ഷയൊക്കെ നമ്മൾ ഏറ്റിട്ടുണ്ട്. നമ്മൾ ഉപ്പമാരാരും സ്കൂളിൽ ചോദിക്കാൻ പോയിട്ടില്ല. അന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് കേസ് കൊടുക്കാൻ പീനൽ കോഡിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നില്ല. നിയമം ഉണ്ടെങ്കിൽ തന്നെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ചൈൽഡ് വെൽഫെയർ ഫോറത്തിന്റെ ക്ലാസ് എടുത്തിട്ട് മോനെ നോട്ടം 2 തരത്തിലുണ്ട്, മോനെ അടി 2 തരത്തിലുണ്ട്, സ്പർശനം 2 തരത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സ്പർശിച്ചാൽ നീ കേസ് കൊടുത്തോ, ഇങ്ങനെ നോക്കിയാൽ നീ കേസ് കൊടുത്തോ. ഇപ്പൊ എന്തായി? അച്ചടക്കം പഠിപ്പിക്കാൻ ഏതെങ്കിലും ഒരു അധ്യാപകൻ ഒരു കുഞ്ഞിനെ ശാസിച്ചാൽ ഈ മാഷെ കൊടുക്കാൻ ആ ചൈൽഡ് വെൽഫെയറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ക്ലാസ്സിൽ വെച്ചിട്ട് അയാളെ നോട്ടത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണം, അയാൾ സ്പർശനത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ അവരുടെ നോട്ടത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണം, സ്പർശനത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ മനസ്സിലാക്കിയിട്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും ഒരു 2 മാഷന്മാരെ പോക്സോവിൽ കുടുക്കിയ വീരനായി മാറാൻ ഇന്നത്തെ കുട്ടികൾക്ക് സാധിക്കുന്ന വിധം നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ അത്രമേൽ ഈ നാടിന്റെ നന്മകളെ മുഴുവൻ തകർത്ത് കളയുന്ന, ഈ നാടിന്റെ മുഴുവൻ മേന്മകളെ തകർത്ത് കളയുന്ന, ഈ നാടിന്റെ മൂല്യങ്ങളെ മുഴുവൻ തകർത്ത് കളയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ദീപങ്ങളെല്ലാം കെടുത്തി നാം പ്രാർത്ഥിപ്പൂ, ദീപമേ നയിച്ചാലും എന്ന് പറഞ്ഞ രൂപത്തിലാണ് രാജ്യത്തെ നിയമങ്ങളെല്ലാം തന്നെ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ അയൽപ്പക്കത്തെ ഏട്ടൻ അല്ലെങ്കിൽ ഇക്ക നമ്മളൊക്കെ അടിച്ചിട്ടുണ്ട്. വഴിയിൽ നിന്ന് കുരുത്തക്കേട് കളിക്കുന്ന കാണുമ്പോൾ, കുരുത്തക്കേട് എന്ന് കാസർഗോഡുകാരൻ പറയുമ്പോൾ മലപ്പുറക്കാർക്കും തൃശ്ശൂർക്കാർക്കും മനസ്സിലാവുമെന്നറിയില്ല. കുട്ടികൾ കളിക്കുന്ന ആ പ്രായത്തിൽ കളിക്കുന്ന അവരുടെ വികൃതിക്കാണ് കുരുത്തക്കേട് എന്ന് പറയുക. അപ്പോൾ ആ വികൃതി കളിക്കുന്നത് കാണുമ്പോൾ അന്ന് അയൽക്കാരൻ നമ്മളെ ശാസ്ത്രത്തിൻ്റെ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു ഉപ്പയും അയൽക്കാരനോട് ബഹളം വെക്കാൻ പോയിട്ടില്ല. ഒരു മോനും ആ അയൽക്കാരനെതിരായി പരാതി കൊടുത്തിട്ട് അയാളെ പോക്സോയിൽ പ്രതിയാക്കിയിട്ടില്ല. ഇന്നിപ്പോൾ വഴിയിൽ ഏതെങ്കിലും ഒരു പെണ്ണും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ചെറിയ പ്രായത്തിലുള്ളവർ കാണാൻ പാടില്ലാത്ത രൂപത്തിൽ കണ്ടാൽ മോളെ നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചാൽ ഓള് പോയി ഒരു പെറ്റീഷൻ കൊടുത്താൽ ചോദിച്ചോൾ സദാചാര പോലീസിംഗ് കുറ്റത്തിന് ജാമ്യമില്ലാത്ത വകുപ്പിൽ ജയിലിലാകും. അതാണ് ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥാവിശേഷം. അതാണ് അവസ്ഥ. അതിരുകളില്ലാത്ത ഒരു പുതിയ ലോകം പഠിക്കാൻ വേണ്ടി ആളുകൾ ഇറങ്ങിത്തിരിച്ചിട്ട് എല്ലാ നിയന്ത്രണങ്ങളെയും കയറ് പൊട്ടിക്കാൻ, നിയന്ത്രണങ്ങളെയും പൊട്ടിച്ചെറിയാൻ ഈ പൗരാവകാശത്തിന്റെ പേരിൽ, ഭരണഘടനയുടെ പേരിൽ ആളുകൾ ഇറങ്ങിത്തിരിച്ചിട്ട് മനുഷ്യൻ ഒന്നിനോടും പ്രതിബദ്ധതയില്ലാത്ത, ഒരു മൂല്യത്തോടും പ്രതിബദ്ധതയില്ലാത്ത, ഒരു സദാചാരത്തെയും സംരക്ഷിക്കാൻ അവൻ ബാധ്യസ്ഥനല്ലാത്ത ഒരവസ്ഥാവിശേഷത്തിലേക്ക് അവരെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗതികേടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധ്യാപകന്മാരെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു അധ്യാപക സംഘടനയുടെ പ്രസംഗം കേട്ടിരുന്നു. പഴയ ഗുരുകുല സമ്പ്രദായത്തിലെ അധ്യാപകനല്ല ഈ അധ്യാപകൻ.
വിദ്യാർത്ഥിയാകുന്ന അസംസ്കൃത വസ്തുവിനെ പാഠപുസ്തകമാകുന്ന തൊഴിലുപകരണം ഉപയോഗിച്ച് സംസ്കൃത വസ്തുവാക്കി മാറ്റുന്ന ഉദ്യോഗസ്ഥനാണ്, ജോലിക്കാരനാണ് ഈ അധ്യാപകൻ എന്നൊരു അധ്യാപക സംഘടന അവരുടെ ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന പ്രസംഗം എൻ്റെ കാതുകൊണ്ട് കേട്ടയാളാണ് ഞാൻ. വിദ്യാർത്ഥിയെ അസംസ്കൃത വസ്തുവായും പാഠപുസ്തകത്തെ തൊഴിലുപകരണമായും ആ തൊഴിലുപകരണം ഉപയോഗിച്ച് തൊഴിൽ ചെയ്യുന്ന തൊഴിലാളിയായി അധ്യാപകനെ ചിത്രീകരിക്കുന്നിടത്തേക്ക് അധ്യാപക സംഘടനകൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അതിൽ നിന്ന് ഭിന്നമായ ഒരു അധ്യാപന ബോധത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന ആദ്യത്തെ അധ്യാപകൻ ആരാണ്? ജിബ്രീലാണ്. നമ്മൾ പഠിച്ച ആദ്യത്തെ അധ്യാപകൻ ജിബ്രീലാണ്. ഹിറാ ഗുഹയിൽ അറേബ്യൻ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അത്യാചാരങ്ങളിൽ, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അനീതികളിൽ, അധർമ്മങ്ങളിൽ മനം വേദനിച്ചതിന് പരിഹാരം തേടി 6 മാസക്കാലം ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായിരുന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് കടന്നു വന്ന ആദ്യത്തെ അധ്യാപകൻ ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാം. ഇഖ്റാ, നബിയെ താങ്കൾ വായിക്കുക. ഇന്നും ഒരുപക്ഷെ ഇഖ്റാ എന്ന വാക്ക് അതിന്റെ ശരിയായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇഖ്റാ എന്ന വാക്ക് ദൈവത്തിന്റെ ദൂതെത്തിക്കാൻ നിയോഗിക്കപ്പെട്ട മാലാഖയിലൂടെ ദൈവത്തിന്റെ ദൂതൻ സമകാലികരും പിൽക്കാലത്ത് വരാനിരിക്കുന്നവരുമായ മുഴുവൻ മനുഷ്യർക്ക് ഓതിക്കേൾപ്പിക്കാൻ വിധിക്കപ്പെട്ട വാക്കാണ് ഇഖ്റാ എങ്കിൽ, ഇഖ്റാ എന്ന വാക്കിന്റെ അർത്ഥം പ്രപഞ്ചമാകുന്ന പുസ്തകത്തെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുക എന്നതാകണം. പ്രപഞ്ചമാകുന്ന പുസ്തകത്തെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുക. ആ പ്രപഞ്ചമാകുന്ന പുസ്തകത്തെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനുള്ള ഈ ആഹ്വാനവുമായി കടന്നു വന്നപ്പോ ഞാൻ വായന ശീലിച്ചവനല്ലെന്ന് പറഞ്ഞ പ്രവാചകനെ 3 വട്ടം അത് ഊതിക്കേൾപ്പിച്ചിട്ട് പിന്നെയും പ്രവാചകൻ അങ്ങനെ പ്രതിഭജിച്ചപ്പോ ശരീരം അണച്ചു പിടിച്ചു വേദനിപ്പിച്ചിട്ട് നിന്റെ നാഥന്റെ നാമധേയത്തിൽ വായിക്കുക എന്ന് ഊതിക്കേൾപ്പിച്ച ആ ജിബ്രീൽ എന്ന ഗുരുവിൽ നിന്ന് ആ സന്ദേശം സ്വീകരിച്ച ശിഷ്യനുണ്ടല്ലോ, പേടിച്ചു വിറച്ചു ഭയാക്രാന്തനായി തനിക്കെന്തു സംഭവിച്ചുവെന്നറിയാതെ തൻ്റെ പത്നിയുടെ സവിധത്തിലേക്ക് അണഞ്ഞ് സമ്മിലൂനി 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 എന്ന് പത്നിയോട് വാവിട്ട് നിലവിളിച്ച്, ഇല്ല, അങ്ങ് ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുകയില്ല, അങ്ങ് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നവനാണ്, അങ്ങ് അഗതികൾക്ക് ആഹാരം കൊടുക്കുന്നവനാണ്, അതുകൊണ്ട് ഒരിക്കലും അങ്ങയെ ദൈവം കൈവടിയുകയില്ലെന്ന് ആ പത്നി സമാശ്വസിപ്പിച്ചപ്പോ ആ സമാശ്വാസത്തിൽ ആ പുതപ്പിൽ ഉറങ്ങിയ മനുഷ്യൻ പിന്നെ ഉറങ്ങുന്നത് യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ ഉണരുക എന്ന ആഹ്വാനം കേട്ടിട്ടാണ്. ആദ്യത്തെ ഗുരു ജിബ്രീൽ, ആ ജിബ്രീലിന്റെ മുന്നിലിരുന്ന ശിഷ്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പരിചയമുള്ള ഗുരു ജിബ്രീലാണ്, നമുക്ക് പരിചയമുള്ള ശിഷ്യൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലയിലേക്ക് അധ്യാപനത്തിന്റെ സംസ്കാരത്തെ, വിദ്യാർത്ഥിത്വത്തിന്റെ സംസ്കാരത്തെ മാറ്റിയെടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നിങ്ങൾ ഈ അധ്യാപകർ. ആ നിലക്ക് ഈ കാലത്തിന്റെ സമസ്യകളെ ഓരോന്ന് വിശദീകരിച്ച് പറയാൻ സമയമില്ല. 8:30 വൈൻഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖമറുദ്ദീൻ സാഹിബിനെ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പറച്ചിലും പാട്ടും ഒക്കെ ആയിരിക്കും. അപ്പൊ അദ്ദേഹത്തിന് ആ രൂപത്തിൽ പറയാനും സമയം വേണ്ടിവരും. മറ്റ് അതിഥികളും ഇവിടെ പറയാനുണ്ടാകും. അവരുടെ ഒന്നും സഭയെ ഞാൻ കവർന്നെടുക്കുന്നില്ല. നമുക്ക് നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട്, നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ നന്മക്ക് വേണ്ടി സമർപ്പിക്കാൻ ഈ സമൂഹം നമ്മൾ കൂടിയുള്ളതാണ്. ഈ സമൂഹത്തിലെ വിദ്യാർത്ഥികൾ നമ്മുടെ തന്നെ മക്കളാണ്. ആ വിദ്യാർത്ഥിത്വം പിഴക്കുന്നത് എൻ്റെ കൂടി മക്കളാണ് എന്ന ബോധത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് കൂടി സാധിക്കട്ടെ. അങ്ങനെ ഒരു സംസ്കാരം നിങ്ങളിൽ നിന്ന് വളർന്നു വരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് KSTU. അസ്സലാമു അലൈക്കും. ഹലോ നന്ദി.